ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ. അപ്പോൾ നമ്മളിന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. നമുക്ക് ആ ഒരു മുഹൂർത്തം എത്തിയിരിക്കണു. അപ്പോൾ നമ്മുടെ വീഡിയോ കോളിൽ 2 ആൾക്കാരുണ്ട്, കാണിച്ചു തരാം കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ. നാട്ടിലാണ്, വെയിറ്റിംഗ് ആണ്. അതെ, അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടിയൊക്കെ എല്ലാം എടുത്ത് വെക്കാൻ പോണു അല്ലേ. മനസ്സ് സിനിമയ്ക്ക് പോകാൻ പോവാ കേട്ടോ. സുമതി വളവ്. ഓക്കെ, കാറിൽ കയറി അച്ഛൻ വീട്ടില് ജസ്റ്റ് ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടികളെല്ലാം കാറിൽ കയറ്റി. അമ്മ ഇവിടെ വീഡിയോ കോൾ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അമ്മയും അച്ഛൻ നമ്മുടെ കുട്ടി പട്ടാളൻസ് ഉണ്ട്. ഇതാ ഫുഡ് കഴിക്കാം. നാട്ടിൽ 8 മണി കഴിഞ്ഞു, ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. മാനസ് എവിടെ? മേക്കപ്പ് ചെയ്യാൻ പോയോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ ബാക്കിൽ വന്നിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പപ്പയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഓഫീസിൽ വന്നിട്ട് കാറിൽ വേറൊരു ഡ്രൈവർ വരും. അതായത് അച്ഛൻ്റെ ഓഫീസിലൊരു ഡ്രൈവർ ഉണ്ട്. ആ അങ്കിളാണ് നമ്മളെ കൊണ്ടുവിടുന്നത് കേട്ടോ. കാരണം നമ്മൾ അച്ഛനിപ്പോൾ കാർ എടുത്തിട്ട് നമ്മളവിടെ എയർപോർട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അച്ഛൻ്റെ ഓഫീസിലെ ഡ്രൈവർ വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ കൊണ്ടുവന്നു കേട്ടോ എനിക്ക് നാരങ്ങ സോഡ, ലെമൺ സോഡ അത് കൊണ്ടുവന്നു. അച്ഛനൊരു ചായയും പിന്നെ എന്തോ ഒരു കടിയുണ്ട്. കടിയല്ല, സോറി, ഫിലാഫിൽ സാൻഡ്വിച്ച് എന്തോ ഉണ്ട്. അപ്പം ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പോൾ അത് സാൻഡ്വിച്ച് കഴിച്ചാൽ എനിക്ക് പിന്നെ രാത്രിക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല, അങ്ങനെ വയറ് ഡമ്മി ആയിട്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ ഈ ലെമൺ സോഡ ഇങ്ങനെ കുടിക്കും. അച്ഛൻ അവിടെ ഡ്രൈവറുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ ഇനി ഫ്രണ്ടിലിരിക്കും, അങ്കിളും ഓടിക്കും വണ്ടി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്താറായി. ഏകദേശം ഒരു 5 to 10 minutes അത്ര ദൂരമുള്ളൂ. അപ്പം അവിടെ എത്താറായി. ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ആണെങ്കിൽ ദോഹ ടു മസ്കറ്റ് ടു കൊച്ചി ഇങ്ങനെയാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ എയർ ഇന്ത്യ, ഇൻഡിഗോ അങ്ങനത്തെ ഫ്ലൈറ്റിലൊക്കെ ആയിരിക്കട്ടെ കയറുക. അപ്പം സാധാരണ പോലെ തന്നെ നമുക്ക് ചെക്കിംഗ് എല്ലാം എളുപ്പത്തിൽ വേഗം കഴിയും. പക്ഷേ ഇത് കുറച്ച് അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയത്. പെട്ടെന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസിൽ. പിന്നെ അത് കൗണ്ട് ഡൗൺ പെട്ടെന്ന് തീർത്തു. ഇനി കൗണ്ട് ഡൗൺ എൻഡായി. 1 മാസം ഉണ്ട് കേട്ടോ നമ്മളവിടെ. കുറേ പരിപാടികളുണ്ട്, ഒക്കെ കാണിച്ചു തരാം, വഴിയേ വരും. ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ ക്യൂ നിന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 6:15 അവിടെ എത്തി. 6:45 അവരുടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് കൗണ്ടർ. ഡ്യൂട്ടി ഫ്രീ എന്നുള്ള ഖത്തർ ഡ്യൂട്ടി ഫ്രീയിൽ വന്നിരിക്കുക കേട്ടോ. മൊബൈൽ ഖത്തർ ഡ്യൂട്ടി ഫ്രീയിൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഖത്തർ ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. അൽ മഹാൽ ലോഞ്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കിട്ടുമോയെന്നറിയില്ല. കൊച്ചിയിൽ നമുക്ക് കിട്ടുമായിരുന്നു, ഇവിടെ കിട്ടുമോയെന്നറിയില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കാം. ആക്സസ് കിട്ടി കേട്ടോ. എന്തൊക്കെയാണ് വെച്ചാൽ കൊച്ചിയിലും കാട്ടി കുറവാട്ടോ. ഈ റോസ്റ്റഡ് ചിക്കൻ, സാലഡ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ 8:15 8:45 നമുക്ക് ബോർഡിങ്. അപ്പോൾ നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ ലോഞ്ചിൽ, എക്കണോമിക് ക്ലാസ്സിലെ ലോഞ്ചിൽ ആരും വരരുത് കേട്ടോ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഒന്നുമില്ല. ഞാനിവിടെ നോക്കിയപ്പോഴല്ലോ ഒരു ചിക്കൻ ബിരിയാണി, ബൊഫെ പോലെ ചിക്കൻ ബിരിയാണി, എൻ്റെ ചിക്കൻ റോസ്റ്റ് എന്നല്ല പറയണ്ടത്, അത് വേവിച്ച ചിക്കൻ എന്തോ ഒരു മസാല വെള്ളത്തിലായി ഇട്ടിരിക്കുക. ഈ 2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുൾ അറബിക് ബ്രെഡും അതൊന്നും മാത്രമേ ഉള്ളൂ. ഈ ബണ്ണ്, പിന്നെ ഈ എഗ് സാൻഡ്വിച്ച് പോലത്തെ എന്തോ ഒരു സാൻഡ്വിച്ച്, പിന്നെ സാലഡ്സ്, ഇത് തന്നെ ഉള്ളൂ. ഇതിനെക്കാട്ടി ഭേദമാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്.
ഞാനത് ടോപ്പ് തന്നെ പറയുള്ളൂ. അടിപൊളിയാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കേട്ടോ. അടിപൊളി ഫുഡും കിട്ടും. ഇവിടെ ഒന്നുമില്ല, പൈസ കൊടുത്ത് വരുവും വേണ്ട, നമ്മുടെ ഫ്രീ കാർഡാണെങ്കിലും വരരുത്, ഒന്നുമില്ല അവിടെ. ഞാനിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. കാണിച്ചു ദോഹ ടു മസ്കറ്റും മസ്കറ്റ് ടു കൊച്ചിയും എനിക്ക് 2 ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റാണ് കേട്ടോ കിട്ടിയത്. ഭയങ്കര ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. ദോഹ ടു മസ്കറ്റിൽ എനിക്ക് കുറച്ച് സീറ്റ് അൺകംഫർട്ടബിൾ ആയിരുന്നു, കാരണം അത് സീറ്റ് എന്തോ അത്ര കുറച്ച് ചെറുതായിരുന്നു. പക്ഷെ മസ്കറ്റ് ടു കൊച്ചിയിലേക്കുള്ള സീറ്റ് അടിപൊളിയുടെ ഒരു സീറ്റായിരുന്നു. പിന്നെ നല്ലതായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അവർ ബ്ലാങ്കറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഫുഡെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതേ രാവിലത്തെ വ്യൂ ആട്ടോ. ഞാൻ രാവിലെ ടൈം ഇങ്ങനെ ഉറങ്ങി എണീച്ചിട്ടൊക്കെയുള്ള എടുക്കുന്ന വ്യൂസാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. എയർപോർട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബിസി ആയിട്ട് ഒരു ഷെഡ്യൂളില്ല. അതുപോലെയായിരുന്നു നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ എനിക്കത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. വരാൻ വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റുമെന്നില്ല, ഏകദേശം കുറച്ചൊക്കെ എടുത്തു. ഇനി പോണ വഴിക്കും കാണിക്കാം, വീടെത്തണ വരെ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാലോ. ചുണ്ടൊക്കെ ഡ്രൈ ആയി. ഇനി നേരെ വീട്ടിലോട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. നല്ല അപ്പം മുട്ടക്കറി കഴിക്കണമെന്നുണ്ട്. നമ്മൾ ആര്യാസ് എന്ന റെസ്റ്റോറൻറ്റിലോട്ട് കയറിയത് നമ്മുടെ പാലക്കാടിൻ്റെ അടുത്തുള്ള ഒരു വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഓണിയൻ റോസ്റ്റും പിന്നെ ഒരു പ്ലെയിൻ റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം മുടി സ്പായ്ക്ക് വേണ്ടി പോവുകയാണ്. കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ, അത് ഇനി ഓരോ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സ്പായ്ക്ക് വേണ്ടി പോവുകയാണ് ഇപ്പോൾ. പാലക്കാട് മറ്റേ ടോണിയങ്കയിൽ പോവുകയാണ് സ്പായ്ക്ക് വേണ്ടിയിട്ട്. നമ്മളങ്ങനെ വെയിറ്റിംഗ് ചെയ്യണം. എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് 2 ടൈപ്സ് ഉണ്ട് സ്പാ. സോ ഞാൻ ഹൈഡ്രേറ്റ് വണ്ണിലോട്ടാണ് പോകുന്നത്. സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അതിൽ നോർമലും ഉണ്ട്. ഞാനിപ്പോൾ ഹൈഡ്രേറ്റിലോട്ടാണ് പോകുന്നത്.
മസാജായിരുന്നു ഗൈസ്, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. ഞാൻ ഇത്ര നേരം ഉറങ്ങി. നല്ലൊരു മസാജായിരുന്നു. എന്തോ ഒരു എന്തോ ആണ് തലയിടാൻ പോകുന്നത്. വിശക്കുന്നു ഗൈസ്. 4:34. നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞ് ഒന്നുകൂടെ എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഹെയർ സ്പാ കഴിഞ്ഞു. ഗുഡ്. നമ്മളെ ബില്ലൊക്കെ അടച്ചു. ഇനി നമ്മൾ KFCക്ക് പോവാം. വിശക്കുന്നു. നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? ക്ലാസിക് ഫിംഗർ ബോക്സ് മീലും ചിക്കൻ ബോക്സ് മീലും ആണ് പറഞ്ഞിരിക്കണത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനും ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുന്നത്. പിന്നെ അവരിന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഫുഡ് വരട്ടെ ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. നല്ല ചൂടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. KFC എല്ലാം കഴിച്ചു, വയറെല്ലാം നിറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയൊന്നുമല്ല, മഴയുണ്ട്. സോ നമ്മളിപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നു. പിന്നെ നമ്മൾ സിസ്റ്റേഴ്സ് ഡേ ഔട്ടായി. അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. യെസ്. ഇപ്പം സമയം 7:15 ആവണു. എൻ്റെ കണ്ണിപ്പോൾ എന്തെങ്ങനെയൊക്കെയാന്ന് ചോദിച്ചാൽ അത് ഒന്നുമില്ല. ഓക്കെ. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്. ഇനി അടുത്ത വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസാണ് ഗൈസ് വരാൻ പോണത്. ഓക്കെ, ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്. ബൈ.